നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ, കേൾക്കട്ടെ, എന്താണ് അജണ്ട? ഞങ്ങൾ വന്നത് ന്യായമായ ചില കാര്യങ്ങൾ അറിയാനാ. ഗോപാലകൃഷ്ണ, ഇതേ സത്യഭാമയുടെ വീടാ. ഇവിടെ അന്യായമായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് നാട്ടിൽ ഒരാളും പറയില്ല. വേലി തന്നെ വിളവ് തന്നെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. എടാ വാദിയാരെ, തത്തും പറച്ചിലൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ പിള്ളേരുടെ അടുത്ത് മതി. സത്യഭാമയുടെ മുന്നിൽ വേണ്ട. ഭാമേ, അവർക്ക് പറയാനുള്ള ശാന്തമായി കേട്ടിട്ട് നീ ഒരു വിധി പറ. അതിലെ എന്റെ ശരി. ഞങ്ങള് വഴക്കിനും വയ്യാവേലിക്കും ഒന്നും വന്നവരല്ല. വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞു. ശാലിനി ഇവിടെ ഉള്ളപ്പോ അത് ശരിയല്ലല്ലോ സത്യാമ്മേ. അതിനാണോ മുണ്ടും മുറുക്കി എടുത്ത് വന്നത്? എന്തായാലും വന്ന് ചോദിച്ചോണ്ട് പറയാം. ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണായി നിൽക്കുന്നത്. പേര് കാർത്തിക. അതങ്ങനെ ശരിയാവും. ശാലിനിയല്ലേ വിഷ്ണുവിന്റെ ഭാര്യ? ഈ താലി ഇവളുടെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം ഇവനെങ്ങനെ മറ്റൊരു വിവാഹം കഴിക്കുന്നേ? ശാലിനിക്ക് വിഷ്ണുവിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാ ഇവന് കാർത്തികയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നത്. ഇവൻ കെട്ടിയ താലിയ ഇവന്റെ കഴുത്തിലും കിടക്കുന്നത്. കാർത്തികയെ വിവാഹം ചെയ്തു എന്ന് പറയേണ്ടത് വിഷ്ണുവേട്ടനാ. വിഷ്ണുവേട്ടൻ പറയട്ടെ യഥാർത്ഥ സത്യം എന്താണെന്ന്. പറഞ്ഞു കൊടുക്കട അങ്ങോട്ട്. ശല്യങ്ങൾ മുറ്റത്തൊന്നും പോട്ടെ. വിഷ്ണുവേട്ടാ പറയ്, എന്താ നടന്നെന്ന് വെച്ച പറയ്. സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് അറിയട്ടെ. വിഷ്ണുവേട്ടാ പറയ്. നോക്ക്, ഇതുപോലൊരു സാഹചര്യം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒന്ന് പറ വിഷ്ണുവേട്ടാ, എന്താ സംഭവിച്ചേ? വിഷ്ണുവേട്ടാ, അല്ല, പറയേണ്ടത് ഞാൻ പറഞ്ഞാ മതിയോ? നീ ഇവനെ ഇട്ടേച്ചു പോയിട്ട് വല്ലവന്റെ കൊച്ചിനെയും എളിയി തിരികെ വന്നതുപോലെയല്ല കാർത്തിക വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇവൻ അവളെ ഇഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് കൂട്ടിയതാ. അവളെ തള്ളിപ്പറയാൻ അതുകൊണ്ട് തന്നെ ഇവനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.